ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടി ചെയ്യാം കേട്ടോ. നമ്മൾ എന്തെങ്കിലും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ലൈറ്റിങ്സ് അല്ലെങ്കിൽ അതൊട്ടും പ്രസൻറ്റബിൾ ആയിരിക്കില്ല. ചില വീഡിയോസൊക്കെ അങ്ങനെ ആയി പോയിട്ടുണ്ട്. അപ്പം എൻ്റെ ഗ്യാസ് ഹോബുമേ ഓൾറെഡി ഇതുമൊരു ലൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ആ ലൈറ്റ് പോയി. അപ്പം ഞാൻ ആയിട്ട് ഒരു ചെറിയൊരു വാം ലൈറ്റിൻ്റെ ഫെയറി ലൈറ്റ്സ് ഉണ്ട്, അതൊന്നും ഞാൻ ഫിറ്റ് ചെയ്യാണ്. നല്ല പാടാണ്, എനിക്ക് ക്ഷമയൊക്കെ ഇങ്ങനെ പോവും. പക്ഷേ എന്ത് ചെയ്യാൻ, നമുക്ക് അങ്ങനെ ചെയ്യാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ചൊക്കെ DIY നമ്മളായിട്ട് ചെയ്യാം. ശരിക്കും ഒരു ഇലക്ട്രീഷ്യൻ വന്ന് നമുക്കൊരു വാം ലൈറ്റൊക്കെ വെച്ച് തരുന്നവരെ നമുക്ക് ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ലൈറ്റിങ്സൊക്കെ ശരിയായി എന്ന് വിചാരിക്കണം. എന്തായാലും ഞാൻ വീട്ടിൽ പോയപ്പോൾ എനിക്ക് കുറച്ചധികം കറിവേപ്പ് തന്നയച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ വന്ന് താമസിക്കുന്നവരാണ്, അപ്പോൾ ഒരു വീട് വാങ്ങി താമസിക്കുന്നവരാണ് കേട്ടോ ഞങ്ങളൊക്കെ. അപ്പോൾ ഞാനൊക്കെ എൻ്റെ സ്കൂളിലായിരുന്നപ്പോഴാണ് ഈ വീട് വാങ്ങിയതും അവിടെ അന്ന് തൊട്ട് കറിവേപ്പുണ്ട്. ഇന്ന് വരെ നമുക്കത് കറിവേപ്പ് നല്ലോണം തരുന്നുണ്ട് കേട്ടോ. തൊട്ടടുത്തുള്ള നെയ്ബേഴ്സൊക്കെ നമ്മുടെ കയ്യിൽ നിന്നാണ് കറിവേപ്പ് എടുക്കാറ്. അപ്പം ഞങ്ങളുടെ ഇവിടെ കുറച്ച് തൈകളുണ്ട്, പക്ഷെ ചിലതൊന്നും പിടിച്ചിട്ടില്ല, ചിലതൊക്കെ ഇങ്ങനെ മുരടിച്ച് നിൽക്കുവാണ്. അപ്പം മമ്മി തന്നെ കുറച്ച് വലിയൊരു തൈയൊക്കെ ആക്കി തന്ന് നമ്മളിവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും എന്തായാലും മുറിക്കാറായിട്ടില്ല. അപ്പോൾ അതങ്ങനെ പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മമ്മി എനിക്ക് തന്നേക്കാറുണ്ട്. കുറച്ച് കറിക്ക് ഉപയോഗിക്കാനും ഫ്രിഡ്ജിൽ വയ്ക്കാനും, പിന്നെ കുറച്ചധികം ഉള്ളതുകൊണ്ട് വേപ്പില കട്ടി ഉണ്ടാക്കാം. അപ്പോൾ കറിവേപ്പ് നല്ലോണം കഴുകി വൃത്തിയാക്കി നമുക്ക് ഉണക്കിയെടുക്കണം. ഞാൻ കഴുകിയില്ല, ബിക്കോസ് എനിക്കിത് ഓൾറെഡി കഴുകി വൃത്തിയാക്കി തന്നതായതുകൊണ്ട് ഞാൻ വേറെ സെപ്പറേറ്റ് കഴുകിയില്ല കേട്ടോ. അപ്പം നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമുക്ക് ഉണക്കാം. ഒരു രാത്രി നമ്മളങ്ങനെ വെക്കണം. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനത്തെ പണികൾ, അതായത് അച്ചാർ പണികൾ അല്ലെങ്കിൽ ഇതുപോലെ പൊടികൾ അല്ലെങ്കിൽ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ മിക്കപ്പോഴും ഞാൻ രാത്രി സമയങ്ങളാണ് കേട്ടോ എടുക്കുക. ബിക്കോസ് നമ്മൾ പകൽ സമയങ്ങൾ അത്യാവശ്യം വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവുമല്ലോ. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി സമയം വേണം, കുറച്ച് ക്ഷമയൊക്കെ വേണം. അപ്പോൾ ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ രാത്രികളിലാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇതൊരു രാത്രി ഞാനിങ്ങനെ ഇങ്ങനെ വിടർത്തി വെച്ച് ഞാൻ ഉണക്കാൻ വയ്ക്കുകയാണ്. ഇനി പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ലോണം ഉണങ്ങിയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം.
നമ്മുടെ കറിവേപ്പിലൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനൊരു അളവെന്ന് പറയുന്നത് നമ്മുടെ കൈപ്പിടി അളവാണ്. ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് നോക്കി ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് വളരെ എളുപ്പം തോന്നി കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഏകദേശം ഒരു റൗണ്ട് ഫിഗർ പറയുകയാണെങ്കിൽ ഞാനൊരു 10 കൈപ്പിടി കറിവേപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇതിന് വേണ്ട സാധനങ്ങളും ഞാൻ ഏകദേശം ഒരു കൈപ്പിടി അളവ് തന്നെയാണ് ഇപ്പോൾ പറയണത്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി തേങ്ങ ചിരണ്ടിയിട്ട് നമ്മൾ ഫ്രീസറിനകത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ പുറത്ത് ഡീഫ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതും ഇത് ഏകദേശം ഒരു കൈപ്പിടി അളവ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 തന്നെ നമുക്ക് കൈപ്പിടി അളവ് എടുക്കാം. ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിപ്പോയാലും കുറഞ്ഞു പോകണ്ട, ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമില്ല. അപ്പം ചില അളവ് ഞാൻ എടുത്തേക്കുന്നത് ഇച്ചിരി കുറവായിപ്പോയി. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 10 നല്ല നിറഞ്ഞിട്ടുള്ള ഒരു കൈപ്പിടി നോക്കുകയാണെങ്കിൽ ഒരു 10 കൈപ്പിടി ഉണ്ടാവും. അപ്പോൾ ചിരണ്ടി വെച്ചതിൽ ഇച്ചിരി കൂടി ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടി ഞാനങ്ങ് കൂട്ടിയിട്ടു കേട്ടോ. അപ്പം ഉണക്കമുളകും കൈപ്പിടി അളവ് തന്നെയാണ് പറയുന്നത്. ഏകദേശം ഞാൻ 3 കൈപ്പിടി അളവിൽ ഞാൻ ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടിക്കോ, കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചോളൂ. പിന്നെ ഓരോരുത്തരുടെ മുളകിൻ്റെ എരിവനുസരിച്ചായിരിക്കും. പിന്നെ നമുക്ക് കുരുമുളകാണ് വേണ്ടത്. അത് നമ്മുടെ ഉള്ളം കൈയിൽ ഒരു ചെറുത് കൊള്ളാവുന്ന രീതിയിലുള്ള 2 പിടി കേട്ടോ. പിന്നെ നമുക്ക് വാളംപുളിയാണ് വേണ്ടത്. അതൊരു വലിയ നാരങ്ങ സൈസ് അല്ലെങ്കിൽ വലിയൊരു നെല്ലിക്ക സൈസിൽ നല്ല ഉണ്ടയായിട്ട് നല്ല നിറഞ്ഞിരിക്കുന്ന വാളംപുളി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിന് വേണ്ടുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ഉരുളി എടുക്കാം. ഉരുളി നന്നായി ചൂടാവുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുരുമുളക് ഇട്ടിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വറ്റൽമുളക്, ഉണക്കമുളക് നമുക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല ചൂടാണ്, പാത്രം വിട്ട് മാറാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണേ.
അപ്പം നേരത്തെ നമ്മുടെ കുരുമുളക് പൊട്ടണ ഒച്ച കേട്ടല്ലോ. അപ്പോൾ ആ പൊട്ടണ ഒച്ച കേട്ട് കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് ചെറിയ തേങ്ങയും അതുപോലെ കറിവേപ്പും വെച്ച് കൊടുക്കാം. രണ്ടും ഒരുമിച്ചാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ തേങ്ങ അതിൻ്റെ അടിയിൽ ആയിരിക്കും ആയും തന്നെ എന്താ പറയുക, കരിഞ്ഞു പോവുക. അപ്പം നമ്മുടെ ഇല ഒന്ന് ഇച്ചിരി വാടി വന്നപ്പോൾ ഇച്ചിരി സ്ഥലം നമുക്ക് ഉള്ളിൽ കിട്ടി കേട്ടോ. അപ്പം നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഇലയുടെ ജലാംശം, ഈ വെള്ളം, വാട്ടർ കണ്ടന്റ് ഉണ്ടല്ലോ ആ ലീഫിൽ, അത് നമുക്കിങ്ങനെ ഡ്രൈ ആക്കി കിട്ടണം. അതുവരയ്ക്കും നമ്മളിങ്ങനെ ഉണക്കി എടുക്കുന്ന പോലെ നമ്മൾ ഈ ഉരുളിയിൽ ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ സമയത്ത് ഉപ്പൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ആ കിലും എന്ന് പറഞ്ഞൊരു ശബ്ദം കേട്ടല്ലോ അല്ലേ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഇലയൊക്കെ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കത് ഒന്ന് ഫ്രൈ ആയ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ആ തേങ്ങയുടെ തന്നെ എണ്ണ ഇങ്ങനെ പോരും. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ഇല ഒന്ന് ഫ്രൈ ആയി കിട്ടുന്ന പോലെ വരും. ഇതിനകത്തേക്ക് ഇനി നമ്മൾ പുളി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് ഇതുപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ അതാ നമുക്ക് കറക്റ്റ് പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് അപ്പം തന്നെ നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ ഈ ഉരുളി നല്ല ചൂടായിട്ടിരിക്കുന്നതല്ലേ, നമ്മൾ അവിടെ തന്നെ വെച്ച് കൂളാക്കാൻ വെച്ചാൽ അല്ലെങ്കിൽ തണുക്കാറാൻ വെക്കാൻ നിന്നാൽ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പം നമ്മൾ വേറെ പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് തണുക്കാറാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം.
അപ്പം നമുക്ക് മിക്സിയിൽ പൾസ് ചെയ്ത് നമുക്ക് പൊടിപ്പിച്ചെടുക്കാം കേട്ടോ. ഭയങ്കര ഫൈൻ പൗഡർ ആവരുത്, ഇച്ചിരി ഗ്രാനുവൽസ് പോലെ ഇച്ചിരി ഇങ്ങനെ കടിക്കാൻ പറ്റുന്ന പാകത്തിൽ നമുക്ക് പൾസ് ചെയ്തെടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുളി കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ പുളിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇച്ചിരി ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പിൻ്റെ കുറവ് തോന്നി, അപ്പോൾ ഞാൻ ഉപ്പിട്ടു. അപ്പോൾ അങ്ങനെ നമ്മുടെ വേപ്പിലക്കട്ടി റെഡി ആയിട്ടുണ്ട്. ഇതൊരു നല്ല എന്താ പറയുക, എയർ ടൈറ്റുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നർ ചില്ല് കുപ്പിക്കകത്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇത് ആക്ച്വലി ഞാൻ ഇത്ര അധികം ഉണ്ടാക്കിയാലും എൻ്റെ മക്കൾ, അതായത് എത്ര കറി ഉണ്ടെങ്കിലും ഈ ഒരു സംഭവം മാത്രം കൂട്ടിയാൽ ചോറ് കഴിക്കുള്ളൂ. ഇത് ആക്ച്വലി നമുക്കൊരു സൈഡ് ഡിഷാണല്ലേ, നമ്മൾ കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ സൈഡിൽ ഒരു ഇച്ചിരി വേപ്പിലക്കട്ടി കൂട്ടി കഴിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ സംഭവം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അച്ചാറുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെങ്കിൽ അവരതായിരിക്കും കൂട്ടി ചോറ് കഴിക്കുക. അപ്പോൾ ഇത് എന്താ പറയുക, 1 മാസം 2 മാസം നിൽക്കുന്ന പകരം ഇത് ഒരാഴ്ച 2 ആഴ്ചയും കൊണ്ട് സംഭവം തീരും. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്